ജയ ജയ ഹേ എന്ന സിനിമയ്ക്ക് ശേഷം ഡയറക്ടർ വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പൃഥ്വിരാജ്, സുകുമാരൻ, ബേസിൽ ജോസഫ്, നിഖില വിമൽ, ജഗദീഷ്, രേഖ, അനശ്വര രാജൻ എന്നിവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. സിനിമ എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഞാൻ ഇനി ഒരു വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. സിനിമ ആരംഭിക്കുന്നത് തന്നെ ബേസിൽ ജോസഫിൻ്റെ വിനു എന്ന കഥാപാത്രത്തിലൂടെയാണ്. വിനുവിൻ്റെ കല്യാണം പ്രമാണിച്ച് വിനു ലീവ് എടുത്ത് നാട്ടിലേക്ക് വരുന്നു. പിന്നീടുള്ള സംഭവ വികാസങ്ങളാണ് സിനിമയിൽ പറയുന്നത്. വിനു കെട്ടാൻ പോകുന്ന അഞ്ജലി എന്ന കുട്ടിയുടെ ചേട്ടനായിട്ടാണ് പൃഥ്വിരാജ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അനന്തൻ എന്ന കഥാപാത്രം ഓരോ നിമിഷവും നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇമോഷൻ ആണെങ്കിലും കോമഡി ആണെങ്കിലും. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഭാര്യയെ അഭിനയിച്ച നിഖില വിമലും നന്നായി തന്നെ അവരുടെ വേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. അനശ്വര രാജൻ, ബേസിൽ ജോസഫ് തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ വളരെ നന്നായി തന്നെ സിനിമയിൽ അനുഭവപ്പെട്ടു. ആദ്യ പകുതിയിൽ തന്നെ ഡീസൻറ്റ് ട്വിസ്റ്റ് റിവീൽ ചെയ്തുകൊണ്ടാണ്, നല്ലൊരു ഇൻ്റർവെൽ കൊടുത്തുകൊണ്ടാണ് സിനിമയുടെ ആദ്യ പകുതി നിർത്തുന്നത്. നമ്മൾ ചില സിനിമകളിൽ കണ്ടുവരുന്ന രീതിയാണ് ആദ്യ പകുതി നന്നായി വരും, എന്നാൽ രണ്ടാം പകുതി അത്ര നന്നായി വരില്ല. എന്നാൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയിൽ രണ്ടാം പകുതി ആദ്യ പകുതി പോലെ തന്നെ നല്ല രീതിയിൽ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാം പകുതി ആദ്യ പകുതി പോലെ തന്നെ നല്ല കോമഡിയും സംഘടന രംഗങ്ങളും മികച്ച നിന്നു. പൃഥ്വിരാജിൻ്റെ അനന്തൻ എന്ന കഥാപാത്രത്തിൻ്റെ പെർഫോമൻസ് ആണ് രണ്ടാം പകുതിയിൽ കൂടുതലും ആളുകളെ കൈയടിപ്പിച്ചിട്ടുള്ളത്. സിനിമയിൽ തമിഴ് താരമായ യോഗി ബാബു വരുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ മറ്റൊരു തമിഴ് താരം കൂടി ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം സിനിമ കാണാത്തവർക്ക് അതൊരു സ്പോയിലറായിരിക്കും. സിനിമയുടെ ക്ലൈമാക്സ് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അനുഭവപ്പെടുന്നത്. സിനിമയുടെ ക്ലൈമാക്സിന് വേണ്ടി ചിത്രീകരിച്ചിട്ടുള്ള ഗുരുവായൂർ അമ്പലത്തിൻ്റെ സെറ്റ് 4 കോടി മുതലൊക്കെയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ശരിക്കും ഗുരുവായൂർ അമ്പലം പോലെ തന്നെയാണ് സിനിമയുടെ സെറ്റ് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. സിനിമയുടെ ആർട്ട് ഡയറക്ടർ നല്ലൊരു കയ്യടി തന്നെ അർഹിക്കുന്നുണ്ട്. അവസാനം പൃഥ്വിരാജിൻ്റെ ഫൈറ്റും വളരെ നന്നായിരുന്നു. മൊത്തത്തിൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, നല്ലൊരു കോമഡി എൻ്റർടൈനർ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ സംശയം നിങ്ങൾ 150 രൂപ ചിലവാക്കിക്കോളും. നിങ്ങളുടെ 150 രൂപ വെറുതെ പോകുകയില്ല. നല്ല സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന കോമഡി എൻ്റർടൈനർ സിനിമയാണ്. മിസ്സാക്കരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ തന്നെ അർജു വർഗീസ് പാടിയിട്ടുള്ള K4 കൃഷ്ണ എന്ന ഗാനം നല്ലൊരു തരംഗം തന്നെ തിയേറ്ററിൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൃഥ്വിരാജിൻ്റെ ഫൈറ്റ് പറയാതിരിക്കാൻ വയ്യക്കിടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രണ്ട്സ് സിനിമ കണ്ട് എനിക്ക് സിനിമയെ പറ്റി തോന്നിയിട്ടുള്ള അഭിപ്രായം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ത്രോട്ടിന് നിറയെ പ്രശ്നമുള്ളതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ പതറുന്നത്. സോറി ഗൈസ്.